Hi, hello, assalamu alaikum. Welcome back to my YouTube channel. Hope you all guys are fine and good. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ചെറുതായിട്ട് നമുക്കൊരു ഭാര്യ ഭർത്താവിൻ്റെ ഒരു ചെറിയൊരു വിഷയം നമുക്കൊന്ന് സംസാരിച്ചാലോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇറ്റ്സ് ലൈക്ക് ഒരു ഫണ്ണി ടോക്കായിട്ട് നമുക്കൊരു കുറച്ച് നേരം ഒന്ന് സംസാരിക്കാം. വീട്ടിൽ ഭയങ്കര ജോലിയാണ്. എത്ര ഞാൻ ഒന്ന് തിരുമ്പിട്ട് നിങ്ങൾക്ക് വല്ല ബോധവും ഉണ്ടാ? ഇത് മുഴുവൻ ഞാൻ ഒന്ന് തിരുമ്പിട്ടതാ. ഓൾ വന്ന് കയറാനായിട്ടില്ല കേട്ടോ, പോത്തി പറയുന്നതാണ്. അപ്പോൾ ഓൻ പറയും, ഓൺ മീൻസ് ഹസ്ബൻഡ് പറയാണ്, നമുക്ക് ഒരു മാസേജ് കാക്ക് നമുക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങാമെന്ന്. അപ്പം തന്നെ ഈ യുദ്ധം വരുന്നതിൽ ഒരു മറുപടി വരും. ഞാൻ നിങ്ങളോട് വാഷിംഗ് മെഷീൻ വാങ്ങാൻ പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഞാൻ പറഞ്ഞു നിങ്ങളോട് വാങ്ങാൻ, എന്തിനപ്പോൾ വാഷിംഗ് മെഷീന്? ഞാനിപ്പോൾ അതിനാ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഈ ഭർത്താവ് എന്തിക്കും, ഞാനിപ്പോൾ അവളോട് നല്ലതല്ല പറഞ്ഞത്. ഇത് ഞാൻ ഈ ഒരു വിഷയം മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യം ഞാനിപ്പോൾ അവളോട് നല്ല കാര്യമില്ല പറഞ്ഞത്. പിന്നെന്തിനാ ഓള് പിന്നോട് എൻ്റെ നേർക്ക് ചാടണേ? പിന്നെ അതുപോലെ തന്നെ വേറൊരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, മനുഷ്യനെ തുടക്കാൻ കഴിയാതെക്കണേ, എന്നും ഇതിങ്ങനെ തുടച്ച് മനുഷ്യൻ്റെ കൈ കൊണ്ട് പിയ്യാൻ വയ്യ, പക്കറ്റ് താങ്ങി പിടിച്ച് നടക്കാൻ വയ്യ. ഒരാൾ ഇവിടെ മനുഷ്യനെ എല്ലാം പേറി മടുത്തുക്കണേ എന്ന് ഓൻ കയറി വരുമ്പോൾ അവൾ പറയണം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആ തുടക്കണേൻ്റെ ഇടയിൽ കൂടെ ഈ ഹസ്ബൻഡ് അല്ലെങ്കിൽ കുട്ടികൾ ആരെങ്കിലും ഒന്ന് നടന്നാൽ പിന്നെ അന്ന് തീർന്ന് ആ നടന്നോല് പിന്നെ ആ കാല് മറക്കുക നല്ലത്, സത്യല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കേസാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഹസ്ബൻഡ് പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരാളെ നിർത്തുക, പെണ്ണിനെ വിളിക്കുക, നമുക്ക് അടിച്ചിട്ട് തുടച്ച് പോയിക്കോട്ടെ, പിന്നെ ചെറിയ എനിക്കുള്ളതുണ്ടെങ്കിൽ അവൻ ചെയ്തോട്ടെ, 1-2 മണിക്കൂർ നമുക്ക് ആളെ വിളിക്കും. ഞാനിപ്പോൾ അതിന് ഞങ്ങളോട് ഇത് പറഞ്ഞത്, എനിക്കൊരാളെ വെച്ചാലാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് തുടങ്ങും അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ 1-2 സിനാരിയോ ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഈ പെണ്ണുങ്ങൾ ഒരു പരാതി പറയുന്നത് അല്ലെങ്കിൽ അവളൊരു പ്രശ്നം പറയുന്നത് അവളുടെ പ്രശ്നത്തിന് സൊല്യൂഷനല്ല. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഭാര്യയെ, ഒരു അമ്മയെ സംബന്ധിച്ച് അവളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ അവൾക്ക് തന്നെ അറിയാത്ത പ്രശ്നമൊന്നുമില്ല. അവളിത് പറയുന്നത് എന്തിനറിയോ? കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട് ഈ വീട്ടിൽ എന്ന് നിങ്ങളുടെ അടുത്ത് അറിയിക്കാനാണ്. അങ്ങനെ അറിയുമ്പം ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുന്നുണ്ട് ഈ വീട്ടിൽ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഇടങ്ങേറാവുന്നുണ്ട് എന്ന് പറയുമ്പോൾ, സാരല്ലടി പോട്ടെ, നിങ്ങൾ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. അപ്പോൾ എന്താ അവർക്ക് ഉണ്ടാവുക? അപ്പോഴും ഫേസിൽ ഇങ്ങോട്ട് കാണിക്കൂല കേട്ടോ ചില ഭാര്യമാർ. ഇപ്പോൾ ചായ അങ്ങനെയുള്ളൊരു വർത്താനീക്കാരം അല്ലേ? അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഇത് അവർക്ക് വേണ്ടത്, അവരുടെ പ്രശ്നങ്ങൾ ഇവർ കേൾക്കണം. അവർക്ക് അവളുടെ ഉമ്മാനെ വിളിക്കുമ്പോൾ, ഇനിയിപ്പോൾ സ്വന്തം വീടെടുത്ത് മാറിപ്പോയ സ്ത്രീകളാണെങ്കിലും കല്യാണം കഴിഞ്ഞ വീട്ടിലാണെങ്കിലും, ഇതിപ്പോൾ ഭർത്താവിനോട് പറയുന്നത് ഒന്നുകിൽ കല്യാണം കഴിഞ്ഞ വീട്ടിലായിരിക്കണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീടെടുത്ത് താമസിച്ചവരായിരിക്കണം. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സമയത്ത് സ്വന്തം വീടായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. രാത്രി കിടക്കുന്നവരെ ആ പെണ്ണിന് ജോലി തന്നെയായിരിക്കും. ഒരിക്കലും നമുക്ക് ഇടയിൽ ബ്രേക്ക് എടുക്കാനൊന്നും പറ്റില്ല. കിടക്കുന്നത് കാരണം ആ വീട്ടിലെ ഗൃഹനാഥ ആ സ്ത്രീയാണ്. അപ്പോൾ അവളെ സംബന്ധിച്ച് അവൾക്ക് എപ്പോഴും പരാതി ഉണ്ടാകും. അതൊരിക്കലും അതിന് സൊല്യൂഷൻ അവൾക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടല്ല, അവളെ കേൾക്കാൻ ഒരാളില്ല. അവൾക്ക് അവളുടെ ഉമ്മ വിളിക്കുമ്പോൾ പറഞ്ഞൂടെ? പറയുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ സിബ്ലിങ്സ് വിളിക്കുമ്പോൾ പറഞ്ഞൂടെ? ഫ്രണ്ട്സിന്. ഇതൊന്നും അല്ലാണ്ട് ഭർത്താവിനോട് തന്നെ പറയുന്നതിൻ്റെ കാരണം ഇതാണ്, കേൾക്കാനാണ്. ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നെക്കൊണ്ട് പറ്റണില്ല അല്ലെങ്കിൽ എനിക്ക് ശാരീരികമായിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ളത് അറിയിക്കാനാണ്. ഇതിനേക്കാളൊക്കെ ഉപരി അവളെ കേൾക്കാൻ, അവൾക്ക് വൈകുന്നേരം വരെ ഒന്നല്ലെങ്കിൽ ഒന്ന് കുട്ടികളുടെ കാര്യം ഇതെല്ലാം നോക്കുന്ന അവൾക്ക് കേൾക്കാൻ ഒരാൾ വേണം. കാരണം ഈ ഒറ്റയ്ക്ക് നിന്ന് വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഇവളുടെ സംസാരം കേൾക്കാൻ ആരും ആ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ ആ ടൈമിൽ വൈകുന്നേരം വരുന്ന ഭർത്താവിനോട് അല്ലെങ്കിൽ രാത്രി വിളിക്കുന്ന ഭർത്താവിനോട് ഇതെല്ലാം പറഞ്ഞാൽ കിട്ടുന്നൊരു സമാധാനമുണ്ട്. അന്നത്തത് മുഴുവൻ ഇറക്കി വെച്ചൊരു സമാധാനം. ഞാൻ ഈ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഇവിടെ ഭർത്താവ് നോക്കി കാണുന്നില്ല എന്നുള്ളത് പറയല്ല. ആസ് എ വുമൺ ഞാൻ ഒരു പെണ്ണിൻ്റെ ഒരു സൈഡ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവൾക്ക് ഒരിക്കലും ഒരു ജഡ്ജ്മെൻ്റ് അല്ല ആവശ്യം, ഒരു ലിസണറെയാണ്, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു മനസ്സിനെയാണ്. അവിടെ ഇനിയിപ്പോൾ ചേർത്ത് പിടിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഞങ്ങൾ ഇനിയിപ്പോൾ ചേർത്ത് പിടിക്കാനൊന്ന് പോയി നോക്കി. അപ്പം എന്താ
നിങ്ങളൊരു മാഞ്ഞാളം അതാണ് പറയില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ത്രീകൾക്ക്. അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് എപ്പോഴെങ്കിലും ഒന്നും വേണ്ട, ഒരു 4-5 ദിവസം കൂടുമ്പോൾ നമുക്കൊന്നൊന്ന് പുറത്തു പോയാലോ, അന്ന് ആ ടൈമിൽ അതൊക്കെ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് പൊന്നോ. അപ്പോൾ മെയിനായിട്ട് എന്താ അറിയോ, ഇത് ഞാൻ 1-2 മോട്ടിവേഷണൽ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. പാത്രം കഴുകേണ്ട ആവശ്യമില്ല, വെച്ചുണ്ടാക്കേണ്ട, ഒന്നും അരിയണ്ട. അപ്പോൾ ഈ വീക്ക്ലി 1 ടൈം, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വീക്ക്ലി 1 ടൈം ഇവിടെ എനിക്ക് കുക്ക് ചെയ്തിട്ടും വാഷ് ചെയ്തിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യലുണ്ട്. അപ്പോൾ ആ ഒരു തവണ ആഴ്ചയിൽ ഒരിക്കലോ 10 ദിവസം കൂടുമ്പോൾ ചെയ്യുമ്പം അവർക്കതൊരു വലിയ, ഇതിനിപ്പോൾ എന്താ ഒരു കൂട്ടാൻ വെക്കാൻ എത്ര പണി, ഒരു 2 തക്കാളി 2 വെളുത്തുള്ളി ഇതിൻ്റെ അരിഞ്ഞിട്ടുണ്ട്, കുയിക്കറി ആയില്ലേ, ഇഞ്ചും വെളുത്തുള്ളിയും തക്കാളിയും ഉള്ളിയാണ്ട് അരിഞ്ഞിട്ട് കോഴി കഴിക്കിട്ട് മസാല ഇട്ടാൽ അതാണ് തളച്ചോളും, കോഴിക്കറി ആയില്ലേ എന്നറിയാം നിങ്ങൾ. അതേമാതിരി തന്നെ പെണ്ണുങ്ങൾ അറക്കളി തന്നെ നിൽക്കുമ്പോൾ ആണുങ്ങൾ പറയും കുറച്ച് വെള്ളമുണ്ട് ഒരു ചെമ്പട്ടിയിലിട്ടിട്ട് ഇതായി തളച്ചിട്ട് അതിൽ അരി ഇട്ടാൽ ചോറായി, അതിൻ്റെ ഇടയിൽ എനിക്ക് പോയിക്കൊണ്ട് കുട്ടികളെ നോക്കിക്കൂടെ, അതിൻ്റെ ഇടയിൽ എനിക്ക് തുടച്ചു വന്നൂടെ, ഇങ്ങനെ പറയുന്ന ആണുങ്ങളുണ്ടാവും. അത് ഒരു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഒരു 10 ദിവസം കൂടുമ്പോൾ ഒരു തവണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഡെയിലി ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നിങ്ങൾ എന്തിനാണ് ഈ ഡെയിലി വർക്കിന് പോകുന്ന നിങ്ങൾക്ക് ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ നിങ്ങൾ അന്ന് ഒന്നുകിൽ ഉറങ്ങി തീർക്കും, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് ചില്ലൗട്ട് ചെയ്യാൻ പുറത്തു പോകും. ഇതുപോലെ തന്നെയാണ് വീട്ടിലെ ജോലി എന്ന് പറയുമ്പോൾ വീട്ടിലല്ലേ എന്ന് നിങ്ങൾ ചോദിക്കരുത് ഒരിക്കലും അവരോട്. അപ്പോൾ ജസ്റ്റ് ഒരു തമാശയായിട്ട് ഒരു കാര്യം പറയുക എന്നുള്ള രീതിയിൽ ഞാൻ ഈ വീഡിയോ ചെയ്യണം. ഇങ്ങനെ ഇതിപ്പോൾ സംസാരിച്ച് പോവുകയാണെങ്കിൽ 10 മിനിറ്റ് അല്ല 10 മണിക്കൂറായാലും നമുക്ക് തികയത്തില്ല. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ഇരിക്കുക. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി, ബൈ.